ബാലതാരമായി മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ കൊച്ചുമിടുക്കിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സനുഷ. ബേബി സനുഷ എന്നാണ് അന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സനുഷ ഒരു ബേബിയല്ല, നായികയോളം വളർന്നിരിക്കുന്ന ഒരു യുവതി തന്നെയാണ് താരം. 5 വർഷത്തിന് ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സനുഷ. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമടക്കം ഈ സിനിമയിൽ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിരുന്നു. മലയാളത്തിലേക്ക് മികച്ച ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു താരമെന്നും പറയുന്നുണ്ടായിരുന്നു. താൻ പങ്കുവച്ച ചില വീഡിയോകൾക്കുള്ള കൃത്യമായ വിശദീകരണവും സനുഷ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ഫോട്ടോഷൂട്ടുകളെല്ലാം തന്നെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ നിരവധി വിമർശനങ്ങളും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനിടെ എടുത്ത ഒരു പാമ്പ് വീഡിയോയ്ക്ക് സനുഷ കുടിച്ച് ലക്കക്കെട്ട് പാമ്പ് ഡാൻസ് കളിച്ചു എന്ന തരത്തിലുള്ള കമന്റുകൾ വരെ ലഭിച്ചിരുന്നു. കുറച്ച് ക്ലിക്കുകൾ കിട്ടാൻ വേണ്ടി ചിലർ തെറ്റിദ്ധരിപ്പിച്ച് തലക്കെട്ട് നൽകി പ്രചരിപ്പിച്ചതാണ് ആ വീഡിയോ എന്ന് സനുഷ പറയുന്നു. ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു രസകരമായ സംഭവം വീഡിയോ ആക്കിയതാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നും സനുഷ വ്യക്തമാക്കി. സനുഷ തടിച്ചു, സനുഷ മെലിഞ്ഞു, സനുഷ മദ്യപാനിയാണ് എന്നൊക്കെയുള്ള കമന്റുകളും പലപ്പോഴും പലരും ഫോട്ടോഷൂട്ടിന് താഴെയായി കമന്റുകൾ ചെയ്യാറുണ്ട്. തടിച്ചതും മെലിഞ്ഞതുമെല്ലാം എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാൻ എങ്ങനെയായാലും അത് എനിക്കെൻ്റെ വീട്ടുകാരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ ഞാൻ മദ്യപാനിയാണ് എന്ന വീഡിയോ വരാൻ കാരണം കുസൃതി ചോദ്യം മാത്രം ചോദിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം കട്ട് ചെയ്ത് വന്നതാണെന്നും സനുഷ വ്യക്തമാക്കുന്നു. വോഡ്കയാണ് ഇഷ്ടമെന്ന് പറഞ്ഞതിനെ മാത്രമേ പ്രചരിപ്പിച്ചുള്ളൂ. ആദ്യമൊക്കെ കമന്റുകൾ വേദനിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും ഇപ്പോൾ അതൊക്കെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയെന്നും അതിനെക്കുറിച്ച് സനുഷ പറയുന്നുണ്ട്. ഒപ്പം തനിക്കുണ്ടായ ഡിപ്രഷനെക്കുറിച്ചും താരം പറയുന്നുണ്ട്. ഞാൻ ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞ വീഡിയോ പങ്കുവച്ചത് താൻ തന്നെയാണ്, മറ്റാരുമല്ല. എൻ്റെ തുറന്നു പറച്ചിലിലൂടെ എൻ്റെ അനുഭവം ആർക്കെങ്കിലും പ്രചോദനമാകുന്നെങ്കിൽ അതിൽ ഞാൻ ഹാപ്പിയാണ്. അതിനുവേണ്ടിയാണ് ആ വീഡിയോ പങ്കുവച്ചതെന്നും താരം വ്യക്തമാക്കുന്നു. സെലിബ്രിറ്റി എന്ന് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും സനുഷ വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതായും താരം തുറന്നു പറയുന്നു. ഡിപ്രഷൻ എന്നാൽ ശാരീരികമായ അസ്വസ്ഥതയല്ല, ഒരു മരുന്ന് കഴിച്ചാൽ മാറുന്നതും അല്ല. ഇപ്പോഴും ഓരോ മൂഡ് ചേഞ്ച് ഉണ്ടാവാറുണ്ട്. പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ താൻ ശീലിച്ചു എന്നും സനുഷ വ്യക്തമാക്കുന്നു. കോവിഡ് സമയത്ത് സിനിമകൾ ഇല്ലാതായപ്പോഴാണ് ആർട്ടിസ്റ്റുകൾക്ക് ഡിപ്രഷൻ വന്നതെന്ന് പറയുന്നത് ശരിയല്ല. ഡിപ്രഷൻ ആർക്കും എപ്പോഴും ഉണ്ടാകാം. ആർട്ടിസ്റ്റുകൾക്കും സ്ത്രീകൾക്കും മാത്രം വരുന്നതല്ല. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ പലരും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും ആർട്ടിസ്റ്റുകൾ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്ന് മാത്രമെന്നും സനുഷ പറയുന്നു. സനുഷയുടെ ഈ തുറന്നു പറച്ചിൽ ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്.